ഹലോ അങ്ങനത്തെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് വന്നത്. പുറത്തെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണമല്ലോ. ഇടുക്കി കാൽവരിമാളിലുള്ള എക്കോപാത്ത് റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട് തന്നെയാണ്. റൂംസ് കാര്യങ്ങളെല്ലാം തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കേട്ടോ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ പുറത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. അതാവുമ്പോൾ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റും ആവും. എവിടെയൊക്കെ ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ സാറ്റ് കളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വരാറ്. വളർന്ന് എത്രയൊക്കെ മുതുകെണ്ടകളായി എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഹൈഡാൻസിക്ക് കാര്യങ്ങളെല്ലാം കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാവരും ഫ്രഷ് ആയി വന്ന് ഫോട്ടോ സെക്ഷനായി, വീഡിയോസായി, അങ്ങനെ പലതായി. ഒരു റീൽസ് എടുക്കാനുള്ളത് അത്രപ്പാടേ എന്ന് ചെയ്തിട്ട് അങ്ങോട്ട് മെനയാവുന്നുണ്ടായില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞങ്ങൾ എന്ത് കൈവച്ചാലും അത് മെനയാവാറില്ല. അങ്ങനെ റൂം കാര്യങ്ങളെല്ലാം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാനുള്ള ടൈം ആയപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി അവിടെ നിന്ന് കയറ്റും കയറുന്നുണ്ടായില്ല. പിന്നെ ആ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ആ നട്ടപ്പുറ വെയിലും കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ വണ്ടി ഒരു ടിക്കറ്റ് മേളിലെത്തിച്ച് പിന്നീട് അങ്ങോട്ടേക്ക് യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഏതൊരു ശുഭകാര്യത്തിനും എൻ്റെ മുഖത്ത് ഇത്രയും വലിയ കുരു അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കാൽവരിമൗണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നോ, കാറ്റടിച്ചിട്ടാണോ കണ്ണ് പിടിക്കാഞ്ഞിട്ടാണോ എന്ന് അറിയാൻ പാടില്ല, ആ താഴത്തേക്ക് എനിക്ക് നോക്കാനേ പറ്റുന്നുണ്ടായി. ഇത് എൻ്റേത് മാത്രമായിട്ടുള്ള കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണ് തുറക്കാനേ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ സൺഗ്ലാസും വെച്ചിട്ടുള്ള ഈ പട്ടീഷോ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ണ് പിടിക്കത്തില്ല, എന്ത് ചെയ്യാനാ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പാട്ടും ഡാൻസൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തിയപ്പോഴേക്കും ഫോൺ അകത്തേക്ക് കയറ്റത്തില്ലല്ലോ, എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു സെൽഫി എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സെൽഫി എടുത്തു.